ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറൻ്റ് ആയ ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്, RSS. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ സംഖ്യയാണ്, BJP ആണ്, അത് ഇതെന്നൊന്നും നിങ്ങൾ എഴുതി കൂട്ടണ്ട. നമ്മൾ ഫുള്ളായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ RSS എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് പലർക്കും ഒരു സംശയമുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, അതായത് സൗത്തിൽ BJP എല്ലാം തോൽക്കുമ്പോഴും നോർത്തിൽ BJP എല്ലാം ജയിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ പേര് വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് RSS ആണ്. അപ്പോൾ ഈ RSS എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇത്രമാത്രം വലിയൊരു സംഭവമാണോ എന്ന് പലർക്കും ഒരു സംശയവും ഉണ്ടാവും. അതുപോലെ തന്നെ BJP എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അവർ RSSകാരല്ലേ അവരങ്ങനെയോ ചെയ്യുള്ളൂ. അവരെല്ലാം എന്ന് പറയുന്ന ആ മതത്തിന് തന്നെ എതിരാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ മതത്തിന് എതിരാണ്. അതുപോലെ തന്നെ RSSകാർ വളരെ ക്രൂവലാണ്. അതുപോലെ തന്നെ മൈനോറിറ്റീനെ ഇല്ലാണ്ടാക്കുകയാണ്. അവർ ഇന്ത്യനെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പല വിമർശനങ്ങളും RSSൻ്റെ ഭാഗത്ത് ഉണ്ട്. പക്ഷേ മറിച്ച് RSS എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പല വിമർശനങ്ങളും അതുപോലെ തന്നെ അവരെ പലവട്ടം ചീത്ത വിളിച്ചു കഴിഞ്ഞാലും RSS അതിനെ വലിയ രീതിയിലൊന്നും റിയാക്ട് ചെയ്യാൻ വരില്ല. അതായത് അവരുടെ ന്യൂസ് ചാനലിലെല്ലാം തന്നെ അവർ എപ്പോഴേലും അവരുടെ അനൗൺസ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ മാക്സിമം അനൗൺസ് ചെയ്യുള്ളൂ. അല്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ അവർ അവോയ്ഡ് ചെയ്ത് പോകാറാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അതായത് RSS എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് റിയാക്ട് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയ ഇവിടെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം തന്നെ എന്തും തന്നെ അതായത് RSSനെതിരെ നമുക്ക് എന്തും പറയാം എന്നുള്ളൊരു ലൈസൻസ് അവർക്ക് കിട്ടിയ പോലെ RSSനെതിരെ പരമാവധി അവർ വിമർശിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ജനങ്ങൾക്കെതിരെ ഇവരെതിരെ വളരെയധികം തെറ്റിദ്ധാരണയുണ്ട്. RSS തീവ്രവാദികളാണ് എന്ന് പറയുന്നവർ വരെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ RSS എന്ന് പറയുന്ന ആ ഒരു സംഘടന എന്തിനാണ് തുടങ്ങിയത്, ആരാണ് തുടങ്ങിയത്, അതുപോലെ തന്നെ അത് തുടങ്ങിയിട്ട് ഏകദേശം 2025 ആകുമ്പോൾ 100 വർഷം തികയും. അപ്പോൾ ഇതിൻ്റെ നടുക്ക് അവർ കുറേയധികം ഗവൺമെൻറ് വന്നപ്പോൾ അവരെ ബാൻ വരെ ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ബാൻ ചെയ്തത്, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിൻ്റെ മരണത്തിന് വരെ RSS കാരണമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാരണങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫുള്ളായിട്ടും ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതായത് RSS കാരനായതുകൊണ്ടല്ല ഞാൻ ഇത് സംസാരിക്കുന്നത്, അതായത് എല്ലാ റിലീജിയനെ കുറിച്ചും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. ഇനി അതായത് മൈനോറിറ്റി റിലീജിയൻ ആയിക്കോട്ടെ മെജോറിറ്റി റിലീജിയൻ ആയിക്കോട്ടെ എല്ലാത്തിനെക്കുറിച്ചും വീഡിയോയും എടുത്തു വെച്ചിട്ടുണ്ട്, ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇത് നമ്മൾ RSS കാരണോ അല്ലെങ്കിൽ സംഖ്യ ആയതുകൊണ്ടല്ല ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ RSS എന്താണ്, അതായത് അവരുടെ അജണ്ട എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ തംസ് അപ്പ് ബട്ടൺ സബ്സ്ക്രൈബ് ബെൽ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ടെടുക്കാം. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all. ഈ ഒരു RSS തുടങ്ങാനുള്ളത് അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ മുന്നോട്ടേ ഇതിനൊരു ചെറിയൊരു ഫോർമേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ മെയിനായിട്ടും തുടങ്ങാണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഇതിൻ്റെ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ 1907 ഒരു ബംഗാളിൽ ഒരു റെവല്യൂഷൻ നടക്കുന്നു. അതായത് അപ്പോൾ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് എതിരായിട്ട് ഒരു റെവല്യൂഷൻ നടക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് നാഗ്പൂരിൽ പഠിക്കാൻ വന്ന ഒരാളാണ് കേശ്വറാം ബൽറാം ഹെഡ്ഗേവർ എന്ന് പറയുന്ന ഇദ്ദേഹം. അപ്പോൾ മെഡിസിന് പഠിക്കാൻ വന്ന ഇദ്ദേഹം ആ ഒരു സമയത്ത് ഈ ബംഗാൾ മൂവ്മെൻറ്റിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ബംഗാൾ മൂവ്മെൻറ്റിൽ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹം ജയിലിൽ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യൻ ഫ്രീഡത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത ഒരാളും കൂടിയാണ് ബാൽ ഗംഗാധർ തിലക്. അപ്പോൾ ഈ ഒരു പേര് നിങ്ങൾ മാക്സിമം കേട്ട് കാണും, അതായത് സ്കൂളിലെല്ലാം പഠിച്ചു കാണും. അപ്പോൾ തിലകിൻ്റെ ഐഡിയോളജി എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കളും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്ത് ബ്രിട്ടീഷേഴ്സിനെ പുറത്തിറക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഫ്രീഡം കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൂടുതലും അതായത് പല ഐഡിയോളജിയുണ്ട്. അതിൻ്റെ മെയിൻ ഐഡിയോളജി വന്നിട്ട് ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് തിലക് കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നത്, അതായത് INS അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് INSന്റെ ഏറ്റവും വലിയ ലീഡർ എന്ന് പറയപ്പെടുന്നത് മഹാത്മാഗാന്ധിയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ബാൽ ഗംഗാധർ തിലകിൻ്റെ ഐഡിയോളജിയുമായിട്ട് ഈ ഹെഡ്ഗേവർ എന്ന് പറയുന്ന ഇദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെടുകയും അപ്പോൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹം ജോയിൻ ചെയ്തുകൊണ്ട് ഇദ്ദേഹവും കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ കോൺഗ്രസിൽ ജോയിൻ ചെയ്ത് ഇദ്ദേഹം കുറേ വർഷം അതിൽ കോൺഗ്രസിൽ തന്നെ നിലനിൽക്കുന്നു. പക്ഷേ 1917 ആയപ്പോൾ
കാലിഫേറ്റ് ഓഫ് തുർക്കി എന്ന് പറയുന്ന ആ ഒരു സംഭവം നടക്കുന്നു. അപ്പോൾ ആ ഒരു ഭരണമാറ്റത്തിന് എതിരെ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഗാന്ധിജിയായിരുന്നു ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രധാന ഒരു കാരണം. അപ്പോൾ ആ ഒരു സമയത്ത് ഹെഡ്ഗേവർ വിചാരിക്കുന്നു, അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഒരു മുസ്ലിം രാജ്യത്തിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, നമുക്കിവിടെ കൂടുതലും ആരെയാരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കൂടുതലും ഹിന്ദു ഐഡിയോളജി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇദ്ദേഹം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും ഇദ്ദേഹം അതൊന്നും പുറത്ത് കാണിക്കാതെ വീണ്ടും കോൺഗ്രസിൽ തന്നെ ഇദ്ദേഹം വീണ്ടും തുടരുന്നു. അതിനുശേഷം 1922 നാഗ്പൂരിലുണ്ടായിരുന്നതും അതുപോലെ തന്നെ 1925 കൊൽക്കത്തയിൽ വെച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോൺഫറൻസിലെല്ലാം തന്നെ ഇദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു സമയത്തെല്ലാം തന്നെ ഇദ്ദേഹം കോൺഗ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നു. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നു, സ്വന്തമായിട്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയുള്ള ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ഹിന്ദുക്കളെയും ഒരുമിച്ച് കൊണ്ടുവന്നാൽ ഹിന്ദുക്കളെല്ലാം സ്പ്ലിറ്റ് ആയി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അവരെല്ലാം ഒത്തൊരുമയിൽ കൊണ്ടുവരണം എന്ന് കരുതിയിട്ട് ഇദ്ദേഹം സ്വന്തമായിട്ടൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹം വെറും 12 ആൾക്കാർ, ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എല്ലാം പറയുമ്പോൾ വെറും 12 ആൾക്കാർ മാത്രമോ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ സപ്പോർട്ട് ചെയ്തുള്ളൂ. പക്ഷേ ഈ ഹെഡ്ഗേവർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം എല്ലാം കാണുമ്പോൾ ആൾക്കാർക്കെല്ലാം തന്നെ കൂടുതലും അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ആൾക്കാരെല്ലാം വിചാരിക്കുന്നു ഇദ്ദേഹം പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് വിചാരിച്ച് ഈ 12 നിന്ന് 1200 മാറാൻ വലിയ സമയമൊന്നും എടുത്തില്ല. 1200 12,000 ആവാനും ലക്ഷമാവാനും കോടിയാവാനും അധിക സമയം നീണ്ടു നിന്നില്ല. കാരണം ഹെഡ്ഗേവറിൻ്റെ ഇൻഫ്ലുവൻസ് അത്രമാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ബ്രാഞ്ച് ഈ RSS തുടങ്ങുന്നതിന് മുമ്പ് തന്നെ RSS എന്നൊന്നും പേരൊന്നും ഇട്ടിട്ടില്ല, ഹിന്ദുത്വ സേവ എന്ന് പറയുന്ന ഒരു ഇതാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇവർ RSSൽ ഇന്നും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് യോഗ, സൂര്യ നമസ്കാരം അതുപോലെ തന്നെ ലാത്തി ട്രെയിനിങ് എല്ലാം അന്നുമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം തന്നെ ആൾക്കാർക്കെല്ലാം ഇതെല്ലാം പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ ബ്രാഞ്ച് എല്ലാം തന്നെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ ഇദ്ദേഹം ഒരാൾ മാത്രമോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇദ്ദേഹം അതൊന്നും കണക്കിലാക്കാതെ ഇദ്ദേഹം ശാഖ എന്ന് പറയുന്ന രീതിയിൽ ബ്രാഞ്ചിനെ ശാഖ എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ ശാഖയിലോട്ട് രാവിലെ വരും. അപ്പോൾ അവർക്ക് യോഗ ചെയ്യാനും അതുപോലെ തന്നെ ഈ സൂര്യ നമസ്കാരം ചെയ്യാനും ലാത്തി ട്രെയിനിങ് എല്ലാം തന്നെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ 1925 ആയപ്പോൾ തന്നെ നാഗ്പൂരിൽ വിജയദശമിൻ്റെ അന്ന് ഇദ്ദേഹം RSS ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇദ്ദേഹം നാഗ്പൂരിൽ വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം മെല്ലെ മെല്ലെ സ്പ്രെഡ് ആക്കാൻ തുടങ്ങി. ഈ നാഗ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മഹാരാഷ്ട്രയിലുള്ള പല പല സ്ഥലങ്ങളിലോട്ടും ഇത് മെല്ലെ 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 സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ RSS എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളെല്ലാം സെൻട്രൽ ഇന്ത്യയിലോട്ട് മെല്ലെ മെല്ലെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ശ്രമം തുടങ്ങി. RSS സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരൊരു സോഷ്യൽ വർക്കിന് വേണ്ടിയാണ് ഈ RSS സ്റ്റാർട്ട് ചെയ്തത്. അത് ഇൻക്ലൂഡിങ് നമ്മൾ പറഞ്ഞില്ല 1922-ലും 25-ലും അദ്ദേഹം ആ ഒരു കോൺഗ്രസ് സമ്മേളനത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമയത്തെല്ലാം തന്നെ RSSൻ്റെ പ്രീ പ്രോസസ് സ്റ്റേജെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം RSSലുള്ള എല്ലാ വർക്കേഴ്സിനോടും പറഞ്ഞു, RSS ഒരിക്കലും കോൺഗ്രസിൻ്റെ ആ പരിപാടിക്ക് ഞങ്ങൾ പോവില്ല, പക്ഷേ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഇഷ്ടമുണ്ടെങ്കിൽ പോകാം. ഞാൻ പോകുന്നുണ്ട്, അത് എൻ്റെ ഇൻഡിവിജ്വൽ ഇഷ്ടമാണ്. പക്ഷേ RSS എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഒരിക്കലും അവിടെ പോയി ജോയിൻ ചെയ്യില്ല. നിങ്ങൾ RSSലുള്ള മെമ്പേഴ്സിനെ ആരെയും തടയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. അപ്പോൾ ഇതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ RSSലുള്ള പല മെമ്പേഴ്സും കോൺഗ്രസിൻ്റെ പരിപാടികൾക്കെല്ലാം തന്നെ പങ്കെടുത്തു എന്നുള്ളതാണ് സത്യം. പിന്നെയാണ് ഈ RSS മെല്ലെ സോഷ്യൽ വർക്കിൽ നിന്ന് മാറി അതൊരു പൊളിറ്റിക്കൽ വർക്കിലോട്ട്, ഒരു പൊളിറ്റിക്കൽ ഇതിലോട്ട് മെല്ലെ മെല്ലെ ഇൻക്രീസ് ആകാൻ തുടങ്ങി. അപ്പോൾ പൊളിറ്റിക്കലോട്ട് മാറാൻ തുടങ്ങിയപ്പോൾ ഈ ശാഖകളും മെല്ലെ മെല്ലെ ഉയർത്താൻ തുടങ്ങി, ശാഖകൾ കൂട്ടാൻ തുടങ്ങി. രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിൽ തന്നെ RSS നല്ല പോപ്പുലർ ആവാൻ മെല്ലെ മെല്ലെ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലോട്ടൊന്നും തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടുന്നത്. അങ്ങനെ 1930 ഈ ഹെഡ്ഗേവർ എന്ന് പറയുന്ന ഇദ്ദേഹം BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്നു. അവിടെയുള്ള പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഇന്ന് ഒരു പെർമിഷൻ കിട്ടുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ഈ RSSന് ഒരു ശാഖ തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ പെർമിഷൻ തരാമെന്ന് പറഞ്ഞ് ഒരു പെർമിഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് BHUവിലെല്ലാം തന്നെ ഗുരുജി എന്ന് പറയുന്ന ഒരാളായിരുന്നു ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പേര് ഗോൾവാക്കർ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഗുരുജി എന്നാണ് കൂടുതൽ അറിയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം വളരെയധികം ഫേമസ് ആയിരുന്നു.
അപ്പോൾ RSSൻ്റെ സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള ഐഡിയോളജി എല്ലാം കണ്ട് അദ്ദേഹം കൂടുതലും ഇഷ്ടപ്പെട്ട് അതിലൊരു ആക്റ്റീവ് മെമ്പറായി മാറുന്നു. 1940 ആയപ്പോൾ ഈ ഹെഡ് ഗീവർ എന്ന് പറയുന്നത് അതായത് RSS തുടങ്ങി അദ്ദേഹം മരണപ്പെടുന്നത്. അതിനുശേഷം അടുത്ത് ആര് എന്ന് പറഞ്ഞ ഒരു ചോദ്യം നിൽക്കുമ്പോഴാണ് ഈ ഗോൾവാക്കർ എന്ന് പറയുന്ന ഗുരുജി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ തലയിലോട്ട് ലീഡർഷിപ്പ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ലീഡർഷിപ്പ് വന്നപ്പോഴാണ് ഇദ്ദേഹം കൂടുതലും ഐഡിയോളജി ഡെവലപ്പ് ചെയ്ത് ഇത് ഡൽഹിയിലോട്ടും കൊൽക്കത്തയിലോട്ടും ലാഹോറിലോട്ടും അതുപോലെ തന്നെ എൻ്റയർ ഇന്ത്യയിലോട്ട് സ്പ്രെഡ് ആക്കാൻ തുടങ്ങിയത്. അതായത് RSS എന്ന് പറയുന്ന ഇന്ത്യ മുഴുവനും ഒരു ശാഖയാണ്. അതായത് ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ് ഒരു വലിയൊരു ശാഖയായി മാറ്റാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ ഒരു സമയത്ത് 1947 തന്നെ ഇന്ത്യ പാക് പാർട്ടീഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തല്ല തന്നെ അതായത് പാകിസ്ഥാനിലോട്ട് പോകുന്ന മുസ്ലിംസിനെല്ലാം വിരട്ടി ഓടിക്കുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് പോകണം, ഇത് ഹിന്ദു രാഷ്ട്രം, ഇങ്ങനെ പല പ്രശ്നങ്ങളും RSSനെതിരെ പല വിമർശനങ്ങളും നേരിടുന്നത്. അപ്പോൾ ആ ഒരു സമയത്തല്ല തന്നെ ആ വിമർശനങ്ങളെല്ലാം കടന്നു പോകുമ്പോഴാണ് പിന്നെ വലിയൊരു വിമർശനം RSSനെ നേരിട്ടത്. അതായത് 1948 ഗാന്ധിജീനെ അസാസിനേഷൻ, അതായത് ഗാന്ധിജി അസാസിനേഷൻ RSSന് വലിയ പങ്കുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജീനെ കൊന്ന നാഥുറാം ഗോഡ്സെ. അപ്പോൾ ഈ ഗോഡ്സെ ആരായിരുന്നു എന്ന് വെച്ചാൽ പണ്ട് RSSൻ്റെ മെമ്പറായിരുന്നു. പിന്നെ അദ്ദേഹം RSS വിട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പലരും പറയുന്ന അദ്ദേഹം RSSൽ നിന്നുകൊണ്ട് തന്നെയാണ് ഗാന്ധിജീനെ കൊന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജീനെ കൊന്ന ആ ഒരു വിഷയം ഇന്ത്യ മൊത്തം കത്തി. അതായത് RSSനെതിരെ വളരെ വിമർശനമായിരുന്നു. അതായത് ഇന്ത്യക്ക് ഔട്ട്സൈഡിലും ഇന്ത്യക്ക് ഉള്ളിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് അപ്പോൾ ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു മറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ ഒരു തീരുമാനമെടുക്കുന്നു. അതായത് RSS എന്ന് പറയുന്ന ഈ ഒരു സംഘടനയെ ബാൻ ചെയ്യാമെന്ന്. അങ്ങനെ അവർ ബാൻ ചെയ്യുന്നു. 17 മാസത്തോളം RSS ഇനി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പാടില്ല. അതായത് ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ അവരുടെ ഒരു ശാഖകളോ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ബാൻ നിൽക്കുന്നു. അപ്പോൾ RSS തുടങ്ങി കുറച്ച് വർഷങ്ങളാകുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു ബാൻ അവർ നേരിട്ടതിൽ അവർ തിരിച്ചടിയായി മാറി. കാരണം ആൾക്കാരെല്ലാം തന്നെ വിശ്വസിച്ച് വരുന്നുള്ളൂ. അതിനു മുമ്പ് ഇത്രയും വലിയൊരു ബാൻ വിട്ടുമ്പോൾ അതെന്തായാലും സ്പ്ലിറ്റ് ആവും എന്ന് വിശ്വസിച്ച് അവർ വേറെ വഴിയില്ലാതെ അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ബാൻ എല്ലാം കഴിഞ്ഞ് 1950 to 70 കാലഘട്ടങ്ങൾ അവർ വിചാരിക്കുന്നു. അതായത് നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലാത്ത കൊണ്ടാണ് ഈ പാർട്ടികളെല്ലാം തന്നെ നമ്മളിങ്ങനെ കളിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു പൊളിറ്റിക്കൽ പവർ ആയാലോ എന്ന് കരുതി അവരൊരു പാർട്ടി തുടങ്ങുന്നു. ആ ഒരു പാർട്ടിക്ക് അതായത് തുടങ്ങാനല്ല, അവരൊരു ഇനിഷ്യേറ്റീവ് വെക്കുന്നു ഒരു പാർട്ടിയായിട്ട്. അതായത് ഒരു ഹിന്ദുത്വ പാർട്ടി പോലെ ഒരു പാർട്ടി ഇനിഷ്യേറ്റീവ് ചെയ്യുന്നു. അതിൻ്റെ പേരാണ് BJS. അതായത് BJP അല്ല, BJS, ഭാരതീയ ജനതാ സംഘ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടീനെ ഇനിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ഇത് 1951 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐഡിയോളജി എന്താണെന്ന് വെച്ചാൽ അതായത് നെഹ്റു കൂടുതലും സോഷ്യലിസത്തിനെ ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ടായിരുന്നു ഇവരുടെ ഭാരതീയ ജനതാ സംഘ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടി ഫോം ചെയ്യുന്നത്. അതിനുശേഷം 1975-80 കാലഘട്ടങ്ങൾ 75 ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ എമർജൻസി ഡിക്ലെയർ ചെയ്ത് എന്തിനാണ് ആ സമയത്ത് അതായത് വലിയ വലിയ പൊളിറ്റിക്കൽ പാർട്ടീസ് അതായത് കോൺഗ്രസ്സിലുള്ളവരും മറ്റു പാർട്ടിയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കൊടുമകൾ അനുഭവിച്ചു എന്നുള്ള ഒരു കാര്യത്തിനെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് സെപ്പറേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്തപ്പോൾ മാക്സിമം അതായത് ഇന്ദിരാഗാന്ധിക്ക് ഏതെല്ലാം പാർട്ടികൾ അതായത് ഭീഷണിയായി മാറും തോന്നിയോ ആ പാർട്ടികളെല്ലാം ബാൻ ചെയ്യുന്നു. അങ്ങനെ ആ കൂട്ടത്തിലും വീണ്ടും RSS പെടുന്നു. അതായത് രണ്ടാമത്തെ തവണയാണ് RSS വീണ്ടും ബാൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ബാനിന് ശേഷം വീണ്ടും അതായത് ഈ ബാനെല്ലാം കഴിഞ്ഞ് എമർജൻസി പീരീഡ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ വിചാരിക്കുന്നു അതായത് അപ്പോൾ ഉണ്ടായിരുന്ന ജനതാ പാർട്ടിയുമായിട്ട് അവരുടെ ആ പൊളിറ്റിക്കൽ വിങ്ങില്ലേ അതങ്ങ് ജോയിൻ ചെയ്യാതെ. അങ്ങനെയാണ് BJS എന്ന് പറയുന്നത്, അതായത് ഭാരതീയ ജനതാ സംഘ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടി ഇന്നത്തെ BJP ആയി മാറിയത്. അതായത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് മാറ്റിയത് 1980-കളിൽ. അപ്പോൾ ഇവരുടെ ഐഡിയോളജിയും ഹിന്ദുത്വ പൊളിറ്റിക്സ് തന്നെയാണ്. അതായത് RSS എന്ന് പറഞ്ഞ് വന്നത് തന്നെയാണ് ഈ BJS. അവിടെ നിന്ന് മെർജാണ് ഈ BJP. അപ്പോൾ രണ്ടിൻ്റെയും ഐഡിയോളജി സെയിം ആയതുകൊണ്ടായിരിക്കും മെർജ് ആയത് എന്നുള്ളതിൽ യാതൊരുവിധ ഡൗട്ടുമില്ല. അങ്ങനെ 1980-കൾ കഴിഞ്ഞു 80 to 90 കാലഘട്ടങ്ങളിലോട്ട് വരുന്നു. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം തന്നെ അതായത് ഇവരുടെ BJP പാർട്ടിക്കായിക്കോട്ടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങി. അതായത് ഇവർ സോഷ്യൽ രീതിയിലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ രീതിയിലും, അതായത് ഒന്ന് സോഷ്യൽ വർക്കായിട്ടും ഒന്ന് പൊളിറ്റിക്കൽ വർക്കായിട്ടും ഇവർ രണ്ടുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് RSS എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിന് ചെയ്യുക, അതുപോലെ തന്നെ BJP എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ വർക്ക്. അപ്പോൾ പൊളിറ്റിക്കൽ രീതിയിലും പവർ കിട്ടും, സോഷ്യൽ രീതിയിലും പവർ കിട്ടും. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് 1992 മറ്റൊരു വലിയൊരു പ്രതിഷേധം, അതായത് ബാബരി മസ്ജിദ് പൊളിച്ച സംഭവം. അപ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ച ആ ഒരു സമയത്ത് RSSനാണ് വലിയ പങ്ക്. അതായത് LK അദ്വാനിക്കെല്ലാം വലിയ രീതിയിലുള്ള അതായത് LK അദ്വാനി എല്ലാമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞ് ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം ഉയർന്ന് ആ ഒരു സമയത്ത് വീണ്ടും ഈ RSS എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയെ പൂർണ്ണമായും ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെടുന്നു.
അപ്പോൾ ഇപ്പോൾ നോക്കണം, ഒന്നല്ല 2 തവണയാണ് RSSനെ വീണ്ടും വീണ്ടും ബാൻ ചെയ്യുന്നത്. അങ്ങനെ 1998 ഇലക്ഷനിൽ BJP ജയിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അടൽ ബിഹാരി വാജ്പേയിയാണ് ആദ്യമായിട്ട് നോൺ കോൺഗ്രസിൽ നിന്ന് ഒരാൾ പ്രൈം മിനിസ്റ്ററായി മാറുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് RSS വീണ്ടും തിരിച്ചു വരുന്നു. അതിനുശേഷം അതായത് അടൽ ബിഹാരി വാജ്പേയിൻ്റെ സമയത്തെല്ലാം തന്നെ RSSനെ മെല്ലെ മെല്ലെ ഒന്ന് സ്പ്ലിറ്റ് ആവാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. അതിനുശേഷം അതായത് RSS മെല്ലെ മെല്ലെ വീണ്ടും വളരാൻ തുടങ്ങി. അതായത് വീണ്ടും മൻമോഹൻ സിംഗിൻ്റെ പീരീഡ് വന്നിട്ടുണ്ടെങ്കിലും ആ സമയത്തെല്ലാം തന്നെ ബാനും കാര്യങ്ങളൊന്നുമില്ലാതെ അവർ പണ്ടത്തെ അജണ്ടയിൽ നിന്നെല്ലാം ചെറുതായി ഒന്ന് മാറി അവർ വീണ്ടും വീണ്ടും ഇന്ത്യ മൊത്തം സ്പ്രെഡ് ആവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 to 2024 മോഡി എറ വരുന്നത്. അപ്പോൾ മോഡി എറ വന്നപ്പോൾ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോഡി എറയിൽ RSS നല്ല രീതിയിൽ തന്നെ വളർന്നു എന്നാണ് പറയുന്നത്. ഇന്ന് RSSന് ഏകദേശം പറയുകയാണെങ്കിൽ ഈ ലോകത്ത് ഏകദേശം 1 കോടിയിലും അധികം, അതായത് 1 കോടിയിലും അധികം ആൾക്കാർ RSS ശാഖയിലുണ്ട്. അതുപോലെ തന്നെ 80 ചെറിയ ഓർഗനൈസേഷൻ RSSൻ്റെ ഇതിലുണ്ട്. അതിൽ 8000ഓളം ചെറിയ ശാഖ എന്ന് പറയുന്ന ബ്രാഞ്ചസ് ഉത്തർപ്രദേശിൽ മാത്രമുണ്ട്. അതുപോലെ തന്നെ ഈ ലോകത്ത് ഏകദേശം 57,000 ബ്രാഞ്ചസ് ആണ് RSSന് ഉള്ളത്. അതായത് ലോകത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് നോൺ ഗവൺമെൻറ് ഒരു ഓർഗനൈസേഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് RSS എന്ന് പറയുന്ന ഈ ഒരു സംഘടന. അപ്പോൾ ഈ ഒരു RSS എന്ന് പറയുന്ന സംഘടന അതായത് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ മക്കൾക്കും വേണ്ടി പല കാര്യങ്ങളും ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് ചെയ്തത് എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് അതായത് പല യുദ്ധങ്ങൾ വന്നപ്പോഴും അതുപോലെ തന്നെ പോർച്ചുഗീസിനെ ഇന്ത്യയിൽ നിന്ന് പുറത്തിറക്കാനെല്ലാം തന്നെ ഇവർ സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം തന്നെ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്തിട്ട് അതെല്ലാം ശരിയാണോ എന്നുള്ള ഫാക്ട് ചെക്ക് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പാർട്ട് 2 വേണ്ടി കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ചെയ്തിരിക്കും. സീ യു നെക്സ്റ്റ് വീഡിയോ.